2022 LSG IPL-ലോട്ട് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന KL രാഹുലാണ്. മുൻപ് പഞ്ചാബിന് വേണ്ടിയിട്ട് വളരെ മികച്ച ഒരുപാട് സീസൺസ് അദ്ദേഹം കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടീമിനെ ഒരിക്കലും ഒരു സെമിയിലോട്ട് എത്തിക്കാനോ പ്ലേ ഓഫിലോട്ട് എത്തിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പുതിയ ടീമായ LSG ആദ്യമായിട്ട് 2013 ലോഞ്ചായി. ആ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം KL രാഹുൽ ഏറ്റെടുത്ത് ആ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച് ആ ടീമിനെ പ്ലേ ഓഫിലോട്ട് എത്തിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത സീസൺ 2023 അത് ആവർത്തിച്ചു. 2023 അദ്ദേഹത്തിന് മികച്ച പ്രകടനവും ക്യാപ്റ്റൻസി എല്ലാം കൊണ്ടും ടീം വീണ്ടും പ്ലേ ഓഫിലെത്തുന്നു. പക്ഷേ 2024 ടീമിന് വേണ്ടി 4 അർദ്ധ സെഞ്ചുറികളടക്കം 500-ലധികം റൺസ് അടിച്ചിട്ടും LSG പ്ലേ ഓഫിൽ എത്തുന്നില്ല. ഒരുപക്ഷെ ടീമിന് വേണ്ടി എല്ലാം ചെയ്തിട്ടും ആ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ KL രാഹുലിന് സാധിച്ചില്ല. ടീമിന് വേണ്ടി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കാതെ കളിക്ക് ശേഷം അദ്ദേഹത്തിനെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുന്ന സഞ്ജീവ് ഗോയങ്കയുടെ ചിത്രങ്ങൾ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ KL രാഹുലിനെ പോലെ ഇത്രയും റെസ്പെക്റ്റഡ് ആയ ഒരു പ്ലെയറെ പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ. KL രാഹുലിനെ പോലെ ഇത്രയും റെസ്പെക്റ്റഡ് ആയ ഒരു പ്ലെയറെ പരസ്യമായിട്ട് ഇങ്ങനെ അപമാനിക്കുന്നതിന്റെ വിമർശനം അന്ന് തന്നെ ഗോയങ്കയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സീസണിൽ അന്ന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് LSG ആ സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം ആ ടീം വിടുകയാണെന്ന് KL രാഹുൽ പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ക്യാപ്റ്റനായിട്ട് ഇരുന്ന് പഞ്ചാബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലക്നൌവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അദ്ദേഹത്തിന് ആ ടീമിനെ ഒരു കിരീടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പഞ്ചാബിൽ പ്രീതി സിന്ധ ആയിരുന്നു ഓണർ. അദ്ദേഹത്തിന് ആ കാര്യ വിമർശനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജീവ് ഗോയങ്കയുടെ അപ്രോച്ച് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം LSG വിട്ടത്. പിന്നീട് ഡൽഹിയിലോട്ട് എത്തിയിട്ട് പോലും അദ്ദേഹം ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു മുൾക്കിരീടം എടുത്താണ് ഞാൻ തയ്യാറായില്ല. ഒരുപക്ഷെ മുൻപത്തെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ദുരനുഭവം കാരണമാവും അത്. തന്നെക്കാളും എക്സ്പീരിയൻസ് കുറവുള്ള അക്സർ പട്ടേൽ ക്യാപ്റ്റനായപ്പോൾ ടീമിലൊരു വൈസ് ക്യാപ്റ്റന്റെ മാത്രം ചുമതലയാണ് ഇത്തവണ KL രാഹുലിന്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് IPL ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി കാണിക്കുന്ന പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ അത് KL രാഹുൽ തന്നെയാണ്. പക്ഷേ സ്റ്റിൽ കളി തോൽക്കുമ്പോൾ ഓണേഴ്സ് ഒന്ന് മെക്കെട്ട് കയറുന്നത് ഇതേ KL രാഹുലിൻ്റെ മെത്തയ്ക്ക് തന്നെ. എന്തായാലും ഇന്നലെ ഡൽഹിക്ക് വേണ്ടി തൻ്റെ പഴയ ടീമായ LSGക്കെതിരെ ഒരു 6 അടിച്ചുകൊണ്ട് കളി ഫിനിഷ് ചെയ്ത് തൻ്റെ മുൻ ഓണർ സഞ്ജീവ് ഗോയങ്കയ്ക്ക് ഒരു ഹസ്തദാനം നൽകി ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം നടന്നകന്നു പോകുന്ന ദൃശ്യം അത് ഇന്നലെ മൊത്തം ഒരു ഇന്റർനെറ്റിന് മുഴുവൻ വൈറലായ ദൃശ്യമായിരുന്നു. എന്തായാലും സഞ്ജീവ് ഗോയങ്കോട് അധികം കുശലാന്വേഷണത്തിനൊന്നും KL രാഹുൽ നിന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം. എന്തായാലും ഇനി വരും മത്സരങ്ങളിൽ അദ്ദേഹം ഇതേ ഫോം തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. തങ്ങളുടെ ടീമിലെ പ്ലേയേഴ്സിന് എപ്പോഴും ഒരു നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അവർ മികച്ച രീതിയിൽ കളിച്ചാലും ഇല്ലെങ്കിലും പരസ്യമായിട്ട് പ്ലേയേഴ്സിനെ ഈ ഇത്തരത്തിൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയൊക്കെ സഞ്ജീവ് ഗോയങ്ക എന്തായാലും ഇന്നലത്തെ ഒരു അനുഭവത്തോടു കൂടി മാറ്റുമെന്ന് വിചാരിക്കുന്നു.